2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 2 ലക്ഷം രൂപയുടെ വൈദ്യുതി കുടിശ്ശിക. നഗരസഭ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിന്റെ ഫ്യൂസ്. 2 ലക്ഷം രൂപയുടെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെ കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ ഫീസ് വൈദ്യുതി വകുപ്പ് ഊരി. സോണൽ ഓഫീസിനോട് ചേർന്നുള്ള ഹെൽത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എന്നീ ഓഫീസുകളിലെയും ഫീസുകൾ വൈദ്യുതി വകുപ്പ് ഊരിമാറ്റി. ഇതോടെ ഇവിടെ എത്തിയ നാട്ടുകാരും ജീവനക്കാരും ദുരിതത്തിലായി. 2 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നു. ഫീസ് ഊരിയതോടെ വിവിധ നികുതികൾ അടക്കമുള്ളവ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ആളുകൾ ഇതോടെ മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉടലെടുത്തത്. നഗരസഭയുടെ ഫോർട്ട് കൊച്ചി അഗതി മന്ദിരത്തിലെ ഫീസ് അടുത്ത ദിവസം ഊരുമെന്നാണ് പറയുന്നത്. നഗരസഭയുടെ കടുത്ത അനാസ്ഥയാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് കാരണമായതെന്ന് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ആരോപിച്ചു. കോർപ്പറേഷന്റെ സോണൽ ഓഫീസിൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ വന്ന് ഫീസ് വരികയുണ്ടായി. അത് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ഇലക്ട്രിസിറ്റി ബില്ല് കുടിശ്ശികയും ബില്ല് കൊണ്ടിട്ടാണ് ഒരു ഫ്യൂസ് വരിയെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. നമ്മളൊരു ബില്ലടക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളാണ് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഈ ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളിൽ ഇതേവരെ കോർപ്പറേഷൻ ബില്ലടക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ പല സ്ഥലത്തും അടച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലെയും പല അന്തേവാസികളിലെ താമസിക്കുന്ന സ്ഥലങ്ങളിലടക്കം ഫ്യൂസുകൾ ഊരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിയന്തരമായി കോർപ്പറേഷന്റെ അധികാരികൾ ഇതിലിടപെട്ട് വേണ്ട നടപടി സ്വീകരിച്ച് ആ ബില്ലടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്നാലും നാളെ May 1 നാളെ മുടക്കാണ്. ഇന്ന് തന്നെ അതിന്റെ നടപടി പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് നാളെയും അത് മുടങ്ങിക്കിടക്കും. പിന്നെ മറ്റന്നായിരിക്കും അത് കറണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഈ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അത് വൻ പ്രശ്നങ്ങളിലേക്ക് പോകും. എന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രികാലങ്ങളിൽ അവിടെ ഒന്നാമത് നമുക്കിപ്പോൾ കൊടും ചൂടാണ്. ആ ചൂടുകാലത്ത് ഫാൻ പോലും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇവിടെ കൊച്ചി കോർപ്പറേഷനിൽ തന്നെ പല ആളുകളും ഇവിടെ ടാക്സ് അടക്കാൻ വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ മറ്റേ ബിൽഡിങ്ങിന്റെ പേപ്പേഴ്സായിട്ട് വരുന്ന ആളുകളും അനുബന്ധ സർവീസായിട്ട് വരുന്ന ആളുകളും എല്ലാം ഇന്ന് അവരെല്ലാം മടങ്ങിപ്പോയുണ്ടായി. കോർപ്പറേഷന് ഇന്ന് ഈ മേഖലയിലെ കോർപ്പറേഷനിൽ ഇത് തന്നെ ഒരു വലിയൊരു നഷ്ടം തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫണ്ട് കളക്ഷനിലും ടാക്സ് പേയ്മെന്റിലുള്ള കളക്ഷൻ ഇന്ന് കിട്ടാതെ പോയിട്ടുണ്ട്. അതിനെതിരെ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കോർപ്പറേഷന്റെ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.